ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മണി ബോക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കത് വേഗം തയ്യാറാക്കാം. അപ്പോൾ നേരിട്ട് പോവാം. അപ്പോൾ ഗൈസ് ഇതാണ് പെട്ടിട്ടുള്ളത്. തൊട്ടിൽ കെട്ടലിൻ്റെ പെട്ടിയാണ്, അതുകൊണ്ട് തന്നെ വലിയ ഇതൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കാം. കാർഡ്ബോർഡ് പീസസ് ഞാൻ എന്തെങ്കിലും ചെയ്താൽ മതി. എനിക്കിപ്പോൾ തൊട്ടിൽ കെട്ടലിൻ്റെ പെട്ടിയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്തെടുക്കാം. കുറച്ച് മേക്കാറ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മണി ബോക്സ് തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് കീറിപ്പാളി ഇട്ടാണെന്ന് എനിക്കറിയാം. ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കലിട്ട് വെക്കാം. ഇത് പൈസ ചിലവാക്കേണ്ടതെന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ പെട്ടി എങ്ങനെയാണോ ഉണ്ടാവാറ് സെയിം രീതിയിൽ തന്നെ മടക്കി അതിൻ്റെ ചുണ്ടുകളൊക്കെ എല്ലാം ഉള്ളിലേക്ക് തള്ളാം. ഇത് മുമ്പ് കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെലോടേപ്പ് വെച്ച് ഒട്ടിക്കാം. ഇനി ഞാൻ ടാപ്പ് എടുക്കുന്നുണ്ട്. അതിന് മുമ്പായി നമുക്ക് ടാപ്പ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതിൽ വൈറ്റ് ടാപ്പ് തീർന്നത് കൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. വൈറ്റ് ടാപ്പ് ഇല്ലായിരുന്നു കുറച്ചുകൂടി വന്നത് കിട്ടായിരുന്നു. അത് സാരമില്ല. ഇതിന് ഒട്ടാനാണ് ഇത്, ഒട്ടിക്കാനാണ് പാടുള്ളത്. ഇതിന് എവിടെ നിന്ന് ഒട്ടിക്കണം പോലും അറിയില്ല. ഇതേമാതിരി അപ്പുറത്തെ സൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. മെഷർമെൻറ്റ്സ് ഒന്നും വേണ്ട. ഇതിന് സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണിത് ചെയ്യാറുള്ളത്. പറഞ്ഞ തരുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. തൊട്ടിലിട്ടുള്ള പട്ടയോട് വളരെ മെഷർമെൻറ്റ്സ് ഒന്നും വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രകാരം പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി നോക്കാം വേണോ വേണ്ടതൊക്കെ. ഇനി ബാക്കിയുള്ള കുറച്ച് പോർഷൻസ് കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഇതേമാതിരി ഞാൻ ഒട്ടിക്കാൻ പറഞ്ഞത്. ഇതും ഇതേമാതിരി ഒട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഇതിൽ. അപ്പോൾ നമുക്ക് ആ അബദ്ധം ശരിയാക്കാതെ ഞാൻ ഇതിന് അകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മൂടാൻ വയ്ക്കാത്തത്. എനിക്ക് 600 സബ്സ്ക്രൈബ് ആയതിനെ ഞാൻ ഇവിടെ നടത്തുള്ളൂ കേട്ടോ. അടുത്തത് ഇനി ഇത് തുറക്കാൻ പറ്റില്ല. പിന്നെ നമുക്കിതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇതിനുണ്ടല്ലോ പുറത്ത് തന്നെ നിൽക്കാറുള്ളത്. നമുക്കിന്ന് പുറത്ത് തന്നെ പെട്ടിയിൽ ഒട്ടിച്ചെടുക്കാം. വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കാനൊക്കെ ഉണ്ട് ഇതിന്. ഇത്രമാണിത്. ഇതിന് കുറച്ച് വലുത് വേണ്ടിയത്. കാരണം അത് ഓർഗനൈസർ പോലെ തന്നെയാണ്, പക്ഷേ ഇത് മണി ബോക്സിനേ ഉള്ളൂ. ഓർഗനൈസറൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യട്ടെയായിരുന്നു. സമയമില്ല മാത്രമേ. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് ഒട്ടിച്ച് കൊടുക്കണം ടാപ്പ്. കാരണം അവിടെ
എല്ലാ കവറും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കവർക്ക്. ഇനി വേണ്ടത് ഷീറ്റ് പേപ്പേഴ്സാണ്. ഒന്ന് മതിയാകും തോന്നാനില്ല എനിക്ക്. ജസ്റ്റ് നമുക്ക് ഒന്നിനും ചെയ്ത് നോക്കാം. ഇതിലാണെങ്കിൽ ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ. അടിഭാഗത്ത് ഇങ്ങനെ ഇതൊരു 7 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് മുകളിൽ ഒട്ടിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ഇതിന് മുകളിൽ ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ഫെവി സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ഞാൻ. ഒട്ടാറില്ലെങ്കിലും ജസ്റ്റൊക്കെ ഇത് ഒപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യാം. നമ്മൾ ഫെവിക്കോൾ തന്നെ എടുക്കണം. ടാപ്പ് ഒട്ടിക്കാൻ കാണണം. അത് ഇതിപ്പോൾ പോലെ ഇട്ടാകൊണ്ടാണ് ടാപ്പ് ഒട്ടിച്ചത്. അപ്പോൾ അത്ര ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചതേ ഉള്ളൂ. ഒറ്റ ഷീറ്റ് പേപ്പർ മതിയാകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ആയിക്കോട്ടെ. എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് ശരിയാക്കാൻ പറ്റും എന്നാണ് ഉറപ്പിലാണ്. ഇതിനെ കട്ട് ചെയ്തെടുക്കാം. സമയം 6:56 ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തീർക്കാമെന്നാണ് പ്രതീക്ഷ ഉള്ളത്. എന്താവുമെന്ന് അറിയില്ല. പിന്നെ ചെയ്യുന്ന സിമ്പിളാണെങ്കിലും പേപ്പർ കട്ട് ചെയ്തെടുക്കാമെങ്കിൽ വളരെ ധൈര്യപൂർവ്വം ചെയ്യുന്ന കാര്യമാണ്. പണികളും തോന്നുന്നു പൈസയുടെ പൈസ തീരാനായിരിക്കുന്നു. അതിപ്പോൾ ചെയ്യുന്നില്ല, നമുക്ക് വേഗം ചെയ്ത് വെക്കാം. അതിൻ്റെ ഒരു ഇതാണ് തീരുമാനം. ആദ്യം വിചാരിച്ച് കളർ പേപ്പറിലൊക്കെ ചെയ്യാമെന്ന്, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് കളർ പേപ്പർ അത്ര ഇഷ്ടമില്ലാത്ത കളേഴ്സാണ് കളർ പേപ്പർ എന്ന് പറയുന്നത്. കാരണം ഇതൊരു വേറെ ടൈപ്പ് പേപ്പറാണല്ലോ. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമില്ല. ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം. മുമ്പൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കളർ പേപ്പറിലാണ്. ഇപ്പം അതിനുള്ള ധൈര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് കളേഴ്സൊക്കെ മിക്സായി എവിടെയെങ്കിലും ഒന്നായാൽ പോകാൻ കുറച്ചല്ല, ഒരു 5 മിനിറ്റൊക്കെ കഴിയും. കാരണം അത് കളേഴ്സാണല്ലോ. രണ്ടെണ്ണമായി എടുത്തിട്ടുള്ളത്. ഇതിന് ഇനി ഇവിടെ ടേപ്പ് വെക്കണം. ഇവിടെയാണത്.
ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയും ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ആളൊക്കെ ഉണ്ട്. സീനിനെ തോന്നണം, ഇതാവും അറിയില്ല നമുക്ക്. ഞാൻ പിന്നെ വലിയ പണിക്കൊന്നും നിന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു പേപ്പറും കൂടി വേണ്ടി വരും. പിന്നെ ഞാൻ ഈ ഒരു പേപ്പറാണ് എടുക്കുന്നത്. ഇതിനകത്ത് വെക്കാം. സമയം വരെ നന്നായിട്ടുണ്ട്. എനിക്കറിയാം ഞാൻ തൂറുകളായിരുന്നു. ഇത് ഒട്ടിക്കാനാണ് പാട്, ചെയ്യാൻ പാടില്ല. ഒട്ടിക്കുന്നത് കുറച്ച് പണിയുള്ള സാധനങ്ങളാണ് വേണ്ടത്. ഇത് തീർന്നോട്ടോ പൈസയാണ് വരാത്തത്, വളരെ വരട്ടിയത്. ഇനി തോണ്ട് എടുത്ത് ശേഷം ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്കൊരു കട്ടയാണ് നമുക്ക് നടുവിൽ, അതിന് വേണ്ടിയിട്ട് വേണ്ടേ ഇനി കട്ട് ചെയ്തെടുക്കാം. ഇനി പെൻസിലും വേണ്ട, ഇതൊന്നും വേണ്ട. ചൂട് പാടുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ ആദ്യം ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിതെന്താകുമെന്ന് പോലും അറിയില്ല, ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടി സെല്ലോ ടാപ്പ് അവിടെയും പിന്നെ അവിടെ പോർഷൻസിൽ മാത്രം നോക്കി കൊടുക്കാം. എനിക്കിത് ഇനി ഫസ്റ്റ് ചെയ്തത് വൈറ്റ് പേപ്പർ മാത്രം ചെയ്യണം. പക്ഷെ നോക്കുമ്പോൾ സത്യം മനസ്സിലാകുന്നതിൻ്റെ അടുത്ത് ശരി കൊള്ളാം. ഇത് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇതിപ്പോൾ ഇരിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്നത് തന്നെ ഇതാണ്. എല്ലാം മൂയിട്ട് വീഴുന്നുണ്ട്.
അപ്പോൾ ഒരു പേപ്പറിൽ നമുക്ക് കഴിഞ്ഞു. അതിൽ പണി കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ പിന്നിൽ പോകുമ്പോൾ മാത്രം ചോദിച്ചുള്ളത്. ഈ ഫെവിക്കോൾ ഇതൊന്നും വേണ്ട. ഇനി നോക്കാൻ പൈസയാണ്. എൻ്റെ പൈസകളാണിത്. ഇനി ഒന്ന് നോക്കട്ടെ. ഇതിലിപ്പോൾ 490 രൂപയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ 490 ഇതിൻ്റെ ചില്ലറ നോക്കിയിട്ടുണ്ടെങ്കിൽ 490 ഇതിൽ 500 ആയിട്ടുണ്ട്. ഇവിടെ 5 500 106 520 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 524 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ കുടുക്ക റെഡിയാക്കുമ്പോൾ ഇനി ഇതിന് കുറച്ചും കൂടെ ഒരു കുടുക്ക എഫക്റ്റ് ആണെങ്കിൽ ഒരു സാധനം കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ ഇവിടെ വെക്കേണ്ടി വരും. എവിടെയാണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ആയിരിക്കും വെക്കേണ്ടി വരാം. അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം. സ്കെയിൽ മാത്രം മതി ഇതിന്. ഇതേമാതിരി എടുക്കാം. എന്നിട്ടൊരു മഷി എടുത്തിട്ട് അപ്പം അത് ചെയ്തെടുത്തു. ഇനി ഇതിൽ അമൗണ്ട് എഴുതാം. ഇനി 5 അപ്പോൾ ഇതിനെ ചെയ്തെടുത്തു. ഇതിനെ പൊട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിനെങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ ചിന്തിക്കണുള്ളത്. ഇതിൻ്റെ അകത്തുള്ള സാധനം എടുക്കണം ആദ്യം. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്തെടുക്കേണ്ട സാധനങ്ങൾ നമുക്ക് ചെയ്തെടുക്കുള്ളൂ.
നിങ്ങൾക്ക് ഇതിൻ്റെ കഥയിൽ അങ്ങനെ പലപ്പോഴും എനിക്കറിയില്ല. കുറേ ക്യാഷ് ഉണ്ട് ഇതിനോട്. ഇത് വരുന്ന എനിക്ക് ഉറപ്പില്ല. പക്ഷെ എൻ്റെ ഇപ്പോൾ ഉള്ളത് 524. അപ്പോൾ നമുക്ക് അതായിട്ട് മാർക്ക് ചെയ്യാം. 524 ഇതും പിന്നെ 500 എവിടെ ഇപ്പോൾ 100ആയി. ഇവിടെ 100ആയി. ഇതിൽ ഇവിടെയൊക്കെ 100, 110, 130, 140, 150, 160, 170, 180, 190, 200, 210, 220, 230, 240, 250, 260, 270, 270, 275, 280, 285, 90, 295, 300, 305, 310, 305, 310, 315, 320, 325, 330, 331, 332, 333, 334, 335, 336 ഉറുപ്പികയാണ് ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായത് അമൗണ്ട്. അപ്പോൾ ഇത് നമുക്ക് ശരിയാവില്ല. അപ്പോൾ ഞാൻ ഇത്രയുള്ള കണക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് നിങ്ങൾ എവിടെയാണോ വെക്കുന്നത് ആദ്യം അവിടെ വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും. ബൈ.